ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ, കേരള സിലബസ് ഹിസ്റ്ററിയിൽ 10ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സംസ്കാരവും ദേശീയതയും, കൾച്ചർ ആൻഡ് നാഷണാലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മിഡ് ടേം എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് in India to prepare a generation that favor English lifestyle. This has created a different effect among Indians. Substantiate. അതായത് ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഇത് ഇന്ത്യൻ ജനതയിലുണ്ടാക്കിയ മാറ്റം മറ്റൊരു തരത്തിലായിരുന്നു സമർത്ഥിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്കാരെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പേർഷ്യൻ ലാംഗ്വേജിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലും ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുകയും, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത കോളേജ്. പിന്നീടാണ് ബ്രിട്ടീഷുകാർ റിയലൈസ് ചെയ്യുന്നത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കുറിച്ചും പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പകരം എന്ത് ചെയ്യണം, ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കണം, ബ്രിട്ടീഷുകാരുടെ കൾച്ചേഴ്സ്, ലാംഗ്വേജ്, അതായത് ഭാഷകളും സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ ഫേവർ ചെയ്യുള്ളൂ. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ ഫേവർ ചെയ്യുന്ന, ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അങ്ങനെ 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു. അവർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതായത് ഡെമോക്രസി, ലിബർട്ടി, റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിചിന്ത, അതായത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് അർത്ഥം. സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, സോഷ്യലിസം, സിവിൽ റൈറ്റുകൾ, പൗരാവകാശങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വെൽ അവെയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള, നല്ല രീതിയിൽ അറിവുകളുള്ള ആളുകളായിരുന്നു. ബ്രിട്ടീഷ് കൾച്ചേഴ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, റിയലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ, അതായത് ബ്രിട്ടീഷ് കൾച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യൻ കൾച്ചേഴ്സിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ആയിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള പല രീതിയിലുള്ള സമൂഹങ്ങൾ, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയുള്ള കാര്യങ്ങളെ അവരെന്ത് ചെയ്യുന്നുണ്ട്, റിഫോം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർ റിയലൈസ് ചെയ്യുന്ന, അവരൊരു കാര്യം മനസ്സിലാക്കുന്നു, എന്താണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കൾച്ചേഴ്സൊക്കെ ഇടപെടുന്നുണ്ട്, അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യൻ ഭാഷ, ഇന്ത്യയുടെ ഭാഷകളെ, ലാംഗ്വേജുകളെ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, അതായത് കലാസാഹിത്യം തുടങ്ങിയ കാര്യങ്ങളെ റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇവർ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് മോട്ടിവേറ്റഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് വയലേഷൻസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ പീപ്പിൾ. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഇൻഇക്വാലിറ്റീസിനെതിരായിട്ട്, അതായത് വിവേചനങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ വയലേഷൻസ് ഓഫ് റൈറ്റ്സ്, അവകാശ നിഷേധങ്ങൾക്കെതിരായിട്ടും അതിനെതിരായിട്ട് സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അസമത്വങ്ങൾ, അതായത് ഇനിക്വാലിറ്റീസ്, അതുപോലെ തന്നെ വയലേഷൻസ് ഓഫ് റൈറ്റ്, അവകാശ നിഷേധങ്ങൾ, ഇവയ്ക്കെതിരായിട്ടൊക്കെ പ്രതിഷേധിക്കാൻ, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യബോധം ഉണ്ടാക്കുന്നതിന് ഇവർ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന്, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വർ ദ പ്രപ്പോസൽ പുട്ട് ഫോർവേഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ് ടു ബ്രിങ് അബൌട്ട് ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി റൈറ്റ് ഇൻ 3. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതുക. അതായത് സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 86-87 പേജുകളിലുള്ള സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? സോഷ്യൽ റിഫോമേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളാണ്. ഒന്നാമത്തത് എറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ആൾ, അതായത് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൺ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ആൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിധവകൾക്ക് പുനർവിവാഹം നടപ്പിലാക്കി കൊടുക്കുക. അബോളിഷ് ദ ചൈൽഡ് മാരേജ്, അതായത് ശൈശവ വിവാഹം എന്ത് ചെയ്യുക, നിർത്തലാക്കുക. ആൻഡ് എലിമിനേറ്റ് ദ സുപ്രീമസി ഓഫ് ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതന്മാർ അവരുടെ മേധാവിത്വം, അവർക്ക് നൽകുന്ന ആധിപത്യങ്ങൾ അവസാനിപ്പിക്കുക. ഇത് 3 പോയിൻ്റ്, ഇതിലേതെങ്കിലും 3 പോയിൻ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 3 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇത് 4 മാർക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ 4 പോയിൻ്റുകളും, 3 മാർക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ 3 പോയിൻ്റുകളുമാണ് നൽകേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഓഫ് 19th century ഫങ്ഷൻഡ് വിത്ത് 2 മെയിൻ ഒബ്ജക്റ്റീവ്സ്. വാട്ട് ആർ ദേ? വീണ്ടും എന്താണ് സോഷ്യൽ റിഫോർമേഷൻ, സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്ന മുഖ്യമായി 2 ലക്ഷ്യങ്ങളോട് കൂടിയായിരുന്നു. അവ ഏതെല്ലാം? ഒന്നാമത്തെ എന്താണ്? ടു എറാഡിക്കേറ്റ് ഈവിൾസ് ആൻഡ് സൂപ്പർസിഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി, അതായത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ എന്ത് ചെയ്യുക, എതിർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? ടു എൻഷ്യൂർ ഈക്വൽ സിവിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ഡ്രസ് കോഡ്, അതായത് എല്ലാവർക്കും എന്ത് ചെയ്യണം, പൗരാവകാശങ്ങൾ തുല്യമായിട്ട് നൽകണം. എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാൻ, അതായത് റൈറ്റ് ടു ട്രാവൽ, വസ്ത്രം ധരിക്കാൻ, റൈറ്റ് ടു ഡ്രസ് കോഡ്, വിദ്യാഭ്യാസം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പൗരാവകാശങ്ങളും എന്ത് ചെയ്യുക, നൽകുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ചോദ്യങ്ങളായി ഇപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വരുന്നത്? സാമൂഹിക പരിഷ്കരണം അഥവാ സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദ എയിംസ് വിത്ത് വിച്ച് ദ ന്യൂസ് പേപ്പേഴ്സ് ഫങ്ഷൻഡ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് പത്രങ്ങൾ എങ്ങനെയെല്ലാമാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? പേജ് നമ്പർ 89ാമത്തെ പേജ് നമ്പറിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന വലിയൊരു 6 പോയിൻറ്റുകളുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ബോക്സ് എന്നുള്ള ചോദ്യമാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് ഓഫ് വേരിയസ് സോഷ്യൽ ഇഷ്യൂസ്. നമ്മൾ ആ പോയിൻറ്റുകൾ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ നടക്കുന്ന പല രീതിയിലുള്ള പബ്ലിക് ഇഷ്യൂസ്, അതായത് പൊതുജനത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി, അവയർനെസ്സുകൾ ബോധവാന്മാരാക്കി. രണ്ടാമത്തെ എന്താണ്? ടു മോട്ടിവേറ്റ് എവരി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്, അതായത് ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, നാഷണൽ മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിലെല്ലാവരെയും എന്ത് ചെയ്യുന്നു? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. അടുത്തതായിട്ട് എന്താണ്? to prompt the people to treat the problem anywhere in the country as a national problem, അതായത് ഇന്ത്യയിൽ ഏത് ഭാഗത്തും നടക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും തങ്ങളുടെ പ്രശ്നമാണ് എന്ന് വരെ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ പ്രശ്നമായിട്ട് കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂസ് പേപ്പേഴ്സ് ഇന്ത്യയിൽ നാഷണൽ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ്, അടുത്ത ക്വസ്റ്റ്യനാണ്. ദ ബ്രിട്ടീഷ് അബോളിഷ് മെനി സോഷ്യൽ ഈവൽസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ, റൈറ്റ് എനി 2 ഓഫ് ദം. അതായത് ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ ബ്രിട്ടീഷുകാർ നിയമം വഴി നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 2 എഴുതുക. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവയിൽ ഏതെങ്കിലും 2 എഴുതുക എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 88ാമത്തെ പേജിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻറ്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years ഓഫ് ഏജ്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്ത് ചെയ്യുന്നു? വിലക്ക് ഏർപ്പെടുത്തുന്നു, അതായത് ശൈശവ വിവാഹം നിരോധിക്കുന്നു. ബാൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അതായത് പെൺ ശിശുഹത്യ നിരോധിക്കുന്നു.
അടുത്തത് അബോളിഷ്ഡ് സതി ആൻഡ് സ്ലേവറി, അതായത് സതിയും അതുപോലെ തന്നെ അടിമത്വവും നിരോധിക്കുന്നു. പെർമിറ്റഡ് വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുന്നു. പ്രിവെൻറ്റഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗാമി, പ്രിവെൻറ്റഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗാമി, അതായത് ശൈശവ വിവാഹം എന്ത് ചെയ്യുന്നു, നിർത്തലാക്കുന്നു. പോളിഗാമി അതായത് ബഹുഭാര്യത്വവും നിർത്തലാക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ്, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹിക പരിഷ്കരണം, അതായത് സോഷ്യൽ റിഫോർമേഷൻസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇന്ത്യയിൽ സോഷ്യൽ റിഫോർമേഷൻസിന് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാത്ത് നൽകുന്ന, ഒരു ആദ്യമായിട്ടുള്ള ഒരു വേ നൽകുന്ന, ഒരു വഴി നൽകുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, സതി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം സോഷ്യൽ ഈവൽസ്, സാമൂഹിക ദുരാചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എതിർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ജാതികളായിട്ട്, വിവിധ കാസ്റ്റ് ലൈനായിട്ട്, ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട്, അതായത് ചിന്നിച്ചിതറി നിന്നിരുന്ന ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ മേലിൽ ഒരു യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി, അതായത് വിവിധ ജാതികളായിട്ട് വിഭജിച്ച് നിന്നിരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഒരൊറ്റ ഇന്ത്യൻ സമൂഹം, ഒരു യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത, ഒരു ഐഡിയോളജി അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഒരു പാട്രിയോട്ടിസം, ഒരു ദേശീയത, രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം ഈ പാട്രിയോട്ടിസം കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം, പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ദേശസ്നേഹം, രാജ്യസ്നേഹം എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ, സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട്, ലക്ഷ്യമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്റ്റേറ്റസ്, അതായത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്നുള്ള, റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി, സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളുടെ സ്ത്രീകളുടെ സാമൂഹികപരമായിട്ടുള്ള പല രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് മിഡ് ടേം എക്സാമിന് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.